നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മൃത്യുഞ്ജയ അർച്ചന എല്ലാ ശനിയാഴ്ചയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ശിവക്ഷേത്രത്തിൽ. അതിന്റെ ഫലം ഉണ്ടാവും. നിങ്ങളിപ്പോ എന്ത് പണിയാ കാണിച്ചത്? ഞാൻ തൊട്ട് കൊടുത്ത പ്രസാദം തുടച്ചാളെ നിങ്ങൾക്കാര അധികാരം തന്നെ? പാർവതി, അവള് ആ പെണ്ണ് വീണ്ടും ശരത്തിനോട് വഴക്കുണ്ടാക്കാൻ നിൽക്കുക. എടി, നിന്റെ മരുമോള് എന്താന്ന് നീ ചെന്ന് ചോദിക്കേ. മനോഹരേട്ടനൊന്ന് വന്നേ. വരാൻ എന്താ ദേവിക ഇത്? വയ്യാതെ കിടക്കുന്ന കൊച്ചിന് ഒരു സ്വസ്ഥതയും കൊടുക്കില്ലേ? അതിനും ഞാൻ എന്ത് ചെയ്തു അമ്മേ? നിങ്ങൾ എന്താ ചെയ്തതെന്ന് ഞാൻ പറയാം. അമ്മ ദേ നോക്കിയേ, ഞാൻ നിത്യക്കുട്ടിയുടെ പേരില് ശിവക്ഷേത്രത്തിൽ നിന്നും കഴിപ്പിച്ചു കൊണ്ടുവന്ന മൃത്യുഞ്ജയാർച്ചനയാ ഇത്. ഞാൻ ആ നെറ്റിയെ തൊട്ടത് എവർ തുടച്ചു കളഞ്ഞു. തുടച്ചു കളഞ്ഞോ? ഈ പിശാചിനിത് എന്തിന്റെ കേടാ? ദേവിക എന്തിനാ അങ്ങനെ ചെയ്തത്? അങ്ങനെ ചെയ്യണമേ, അതുകൊണ്ടാ ഞാൻ. എന്താ മോളെ, ഭഗവാന്റെ പ്രസാദമല്ലേ? ഭഗവാന്റെ പ്രസാദമൊക്കെ തന്നെയാച്ചാ. പക്ഷേ അത്തരം യാതൊരു സാധനങ്ങളും നിത്യയുടെ ശരീരത്തിൽ ഉണ്ടാവരുതെന്നാ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ഇൻഫെക്ഷന് സാധ്യതയുണ്ടാകുമെന്ന്. പിന്നെ നെറ്റി ചന്ദനം തൊട്ട ഉടനെ ഇൻഫെക്ഷൻ എന്ന് വെച്ചാലേ ചന്ദനത്തിലും ഭസ്മത്തിലും എല്ലാം ബാക്ടീരിയയും വൈറസും ഓട്ടമത്സരം നടത്തുമല്ലേ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഡിസ്ചാർജ് സമ്മറി എന്റെ കയ്യിൽ തന്നപ്പോ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. നിത്യയ്ക്ക് വേണ്ടി അമ്പലത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ഞാനും ചെയ്യുന്നുണ്ട്. അതിനൊപ്പം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. എങ്കിലേ നിത്യയ്ക്ക് വേഗം ചലനശേഷിയും സംസാരശേഷിയും ഒക്കെ തിരിച്ചു കിട്ടുള്ളൂ. ഓ, ഭയങ്കര ആഗ്രഹം തന്നെ. അതേ മുത്തശ്ശി, ഭയങ്കര ആഗ്രഹം തന്നെയാ. നിത്യ ഒന്ന് നാവ് ചലിപ്പിച്ചോട്ടെ. അത് കഴിയുമ്പോ ആർക്ക് കുറി വരയ്ക്കണമെന്ന് തീരുമാനിക്കാം. ഹലോ സിദ്ധു. ദേവിക തിരക്കിലായിരുന്നോ? ഞാൻ കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ആ, ഞാൻ നിത്യമോളുടെ മുറിയിലായിരുന്നു. ഞാൻ എപ്പോഴും അടുത്തിരിക്കണം. മിണ്ടാനാവില്ലെങ്കിലും അവളുടെ കണ്ണുകള് അതെന്നോട് പറയുന്ന എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സത്യം പറഞ്ഞ ഇപ്പൊ ഫുൾ ടൈം ഞാൻ അവളുടെ ഒപ്പാ. ഉറങ്ങുന്നത് പോലും ആ മുറിയില്ല. ദേവിക്കെല്ലാം ബുദ്ധിമുട്ടായി അല്ലേ? അയ്യോ, ബുദ്ധിമുട്ടോ? എനിക്കോ? എന്റെ അനിയത്തിയല്ലേ ഞാൻ നോക്കുന്നേ. എനിക്കെന്ത് ബുദ്ധിമുട്ടാ? സങ്കടം ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. നിത്യയുടെ അവസ്ഥയ്ക്ക് കാരണം ഞാനാണെന്നുള്ള കുറ്റപ്പെടുത്തലുകൾ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മ പോലും ആ രീതിയിലാ ഇപ്പൊ സംസാരിക്കുന്നത്. അന്ന് നിത്യയുടെ പിന്നാലെ പോകാൻ ദേവിയോട് പറഞ്ഞത് ഞാനാ. ദേവികയ്ക്ക് അപകടമൊന്നും സംഭവിക്കാതിരിക്കാനാ ഞാനും പാഞ്ഞെത്തിയത്. പക്ഷേ
അവിടെ എനിക്കൊരു അബദ്ധം പറ്റി. ആരോടും ഒന്നും പറയാൻ നിൽക്കാതെ വേഗം നിത്യയുടെ പിന്നാലെ പോകാൻ പറഞ്ഞു. സമയം നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അതെ, പക്ഷേ അതൊന്നും ആരും വിശ്വസിക്കുന്നില്ല. നിത്യയുടെ ഫോണൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അതിലുണ്ടായിരുന്നെല്ലാം ആ വോയിസ് നോട്ടുകൾ മാത്രം മതിയായിരുന്നു. എല്ലാവരെയും അവന്റെ തനി നിറം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഫോണൊക്കെ അവൻ അവിടുന്ന് അപ്പൊ തന്നെ മാറ്റി കാണും, അത് ഉറപ്പല്ലേ? അവിടെ നമുക്കൊരു പാളിച്ച പറ്റി. ആ വോയിസ് നോട്ടുകൾ ദേവികയുടെ ഫോണിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്തിട്ടാൽ മതിയായിരുന്നു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സത്തു. വ്യക്തമായ തെളിവില്ലെങ്കിൽ അവൻ നമ്മളെ തന്നെ കുറ്റക്കാരാക്കും. ഇവിടത്തെ ഒരു അഭിനയമൊക്കെ കാണണം. എന്റെ നെറ്റിക്കുട്ടീന്നും പറഞ്ഞ് സദാസമയവും കണ്ണും നിറഞ്ഞ് എനിക്ക് ഭയാവുക. നെറ്റയുടെ നാവും കയ്യൊക്കെ ചലിക്കുന്നതിന് മുൻപ് അവനവളെ ഇല്ലാതാക്കി കളയുമെന്ന്. ഞാൻ എന്ത് വേണമെങ്കിലും സഹിച്ചോളാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിനറിയാലോ എല്ലാം. ദേവിക സങ്കടപ്പെടണ്ട, എല്ലാം മാറുന്നേ. മാറാതെ പറ്റില്ലല്ലോ. നിത്യ എഴുന്നേറ്റ് നടക്കും, സംസാരിക്കും. ശരത്തിനുള്ള ശിക്ഷ നിത്യ തന്നെ കൊടുക്കുകയും ചെയ്യും. എന്നാ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാം. മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിയുമ്പോൾ ഈ സങ്കടമൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ താൻ അവിടെ നിന്ന് വിഷമിച്ചാലേ സുധിയേട്ടന്റെ ഹൃദയത്തിന് അത് താങ്ങാൻ പറ്റുന്ന വരത്തില്ല. ദേവിക, ഞാൻ പിന്നെ വിളിച്ചോളാം. ദേവിക ഫോൺ വെച്ചോ. ടാബ്ലറ്റ്സ് അതവിടെ റൂമിൽ വെച്ചാൽ മതി, ഞാൻ എടുത്ത് കഴിച്ചോളാം. ചന്ദ്രൻ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. എന്തായാലും ഇനി ഞാൻ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യണ്ടേ? മനസ്സിലായില്ല. അല്ല, ഞാനെന്തായാലും ഇവിടുന്ന് പോവാൻ ഉദ്ദേശിക്കുന്നില്ലേ. അപ്പൊ പിന്നെ സിദ്ധുവിന്റെ കാര്യങ്ങള് ഞാനല്ലേ നോക്കേണ്ടേ? ഓ അത് ശരി.